ഹായ് ഡിയർ ഫ്രണ്ട്സ്, എവർക്കും SS കരാട്ടെ ആൻഡ് ഫിറ്റ്നസ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ബാക്ക് പെയിൻ അഥവാ നടുവ് വേദന കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് കരാട്ടയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് മാർഷൽ ആർട്സുകളോ ഒന്നും പഠിക്കാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വളരെ വേഗത്തിൽ ബാക്ക് പെയിന് റിലീഫ് ചെയ്യാൻ പറ്റുന്ന ഒരു 4 സ്ട്രെച്ചുകളെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ സ്ട്രെച്ചുകൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു ചേഞ്ചും കൂടെ വരുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാകും. നമ്മുടെ എല്ലാം ജോലി സംബന്ധമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ കുറച്ച് സമയം എഴുന്നേറ്റ് നിന്ന് ഒരു റിലാക്സ് ഒക്കെ ചെയ്തതിന് ശേഷം വീണ്ടും ജോലി തുടർന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഇടവേള സമയങ്ങളിൽ ഈ സ്ട്രെച്ചുകളും കൂടെ ഉൾപ്പെടുത്തിയാൽ, അതേപോലെ തന്നെയാണ് ഒത്തിരി സമയം നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരും ആ നിൽക്കുന്നതിൽ ഒരു ഇൻ്റർവെല്ലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഈ സ്ട്രെച്ചും കൂടെ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി രീതിയിലുള്ള മാറ്റങ്ങളുണ്ടാകും. അതേപോലെ തന്നെ കിടക്കുന്നതിനും ഇരിക്കുന്നതിനും ഒക്കെ ഓരോ പോസ്റ്ററുണ്ട്. വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതിനും ഒക്കെ ഒരു പോസ്റ്ററുണ്ട്. ഈ പോസ്റ്ററിൽ വരുന്ന വ്യതിയാനങ്ങളാണ് നമുക്ക് ഇത്തരത്തിലുള്ള ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാര്യം. ഈ സ്ട്രെച്ചുകൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ബാക്ക് പെയിന് വേണ്ടിയിട്ട് ഒത്തിരി രീതിയിലുള്ള സ്ട്രെച്ചുകളുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് വളരെ എഫക്റ്റീവ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു 4 സ്ട്രെച്ചുകളെയാണ് ഞാനിവിടെ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് രീതിയിലേക്ക് പോകാം. അതായത് ഡയറക്റ്റായിട്ട് തറയിൽ കിടന്നിട്ട് ചെയ്യാത്തതായിരിക്കും നല്ലത്. സാവധാനം കിടന്നിട്ട് ബ്രീത്ത് എടുത്ത് സാവധാനം ഔട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഒരു കാല് ഉയർത്തി അടുപ്പിക്കാനായിട്ട് നോക്കുക. എന്നിട്ട് നമ്മുടെ കൈകൾ കൊണ്ട് ഈ രണ്ട് കൈകളും കൊണ്ട് കാല് ക്യാച്ച് ചെയ്ത് ഇങ്ങോട്ട് വലിച്ചടിപ്പിക്കാനായിട്ട് കൊണ്ടുവരിക. ആ സമയത്ത് ബ്രീത്ത് എടുത്ത് ഔട്ട് ചെയ്തിട്ട് വേണം നമ്മളിങ്ങനെ ഉയർന്നു വരാനായിട്ട്. എന്തോരം നമുക്ക് മാക്സിമം ഉയർത്തി കൊണ്ടുവരാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മുടെ കാല് അടുപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം പിടിച്ചിട്ട് മാക്സിമം വന്നു കഴിഞ്ഞാൽ നമ്മുടെ തല വന്നിട്ട് അല്ലെങ്കിൽ മൂക്ക് വന്നിട്ട് കാലിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ അത്രയും വരണം. എന്നിട്ട് ഇവിടെ നിന്നുകൊണ്ട് സാവധാനം ബ്രീത്ത് എടുത്ത് ഔട്ട് ചെയ്യുക. അങ്ങനെ ഒരു 4 വട്ടം സാവധാനം ബ്രീത്ത് എടുത്ത് ഔട്ട് ചെയ്ത് അവിടെ തന്നെ സ്റ്റേ ചെയ്യുക. ഓക്കെ, ഇതേപോലെ അടുത്ത കാലും ചെയ്യാനായിട്ട് നോക്കാം. ഇതുപോലെ ഇപ്പം ചെയ്തതുപോലെ ഒരു 2-3 വട്ടമെങ്കിലും കുറഞ്ഞത് ചെയ്യണം. അത് ഒരു വട്ടം ചെയ്ത് അങ്ങനെ നിർത്തരുത്. 2 കാലും വെച്ചിട്ട് ഒരു 3 പ്രാവശ്യമെങ്കിലും ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, ഇതേപോലെ മിനിമം ഒരു 3 പ്രാവശ്യമെങ്കിലും ചെയ്യുക. വീണ്ടും ഈ കാലെടുക്കുക. അത് 3-4 വട്ടം ചെയ്തതിന് ശേഷം അടുത്ത സ്ട്രെച്ചിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത രണ്ടാമത്തെ സ്ട്രെച്ചിലേക്ക് പോവാം. നിവർന്ന് കിടന്നതിന് ശേഷം ഒരു കാല് മടക്കി വെക്കാനായിട്ട് നോക്കുക. എന്നിട്ട് മറ്റേ കാല് അതിൻ്റെ പുറത്ത് വെക്കുക. എന്നിട്ട് ഈ 2 കാലിൻ്റെയും അകത്തുകൂടെ ഒരു കൈ കൊണ്ടുവരിക. ഈ കൈ ഇപ്പുറത്തുകൂടെയും ക്യാച്ച് ചെയ്ത് ഇവിടെ പിടിക്കാനായിട്ട് നോക്കുക. ഓക്കെ, എന്നിട്ട് ബ്രീത്ത് എടുത്ത് ഔട്ട് ചെയ്തുകൊണ്ട് മാക്സിമം നമ്മുടെ തലയുടെ അങ്ങോട്ട് അടുപ്പിച്ചുകൊണ്ട് വരാനായിട്ട് നോക്കുക. ഏറ്റവും എക്സ്ട്രീമായിട്ട് വരേണ്ടത് ഈ നമ്മുടെ മൂക്ക് വന്നിട്ട് ഈ കാലിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ അത്രയും കൊണ്ടുവരിക. ബ്രീത്ത് എടുത്ത് സാവധാനം അങ്ങനെ തന്നെ നിൽക്കാനായിട്ട് നോക്കുക. ഓക്കെ, അങ്ങനെ തന്നെ നിൽക്കുക. ഒരു 4 വട്ടം ബ്രീത്ത് എടുത്ത് ഔട്ട് ചെയ്തതിന് ശേഷം അടുത്ത കാലും ഇതേപോലെ ചെയ്യാനായിട്ട് നോക്കണം. ഒരു 3 വട്ടമെങ്കിലും മിനിമം ഈ സ്ട്രെച്ചും ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ മൂന്നാമത്തെ സ്ട്രെച്ച് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തറയിൽ കമന്ന് കിടക്കാനായിട്ട് നോക്കുക. നമുക്കിതിനെ കോബ്ര സ്ട്രെച്ച് എന്നും മെക്കൻസി എക്സസൈസ് എന്നൊക്കെ പറയാറുണ്ട്. അതാണ് സംഭവം. ഇതേപോലെ തറയിൽ കമന്ന് കിടക്കാനായിട്ട് നോക്കുക. ഇവിടുന്ന് ബ്രീത്ത് എടുത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ഉയർന്നു വരാനായിട്ട് നോക്കണം. ഫസ്റ്റിലെ നമുക്ക് ഫുള്ളും കൈ നിവർത്താൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യണ്ട. അതേപോലെ ഇങ്ങനെ കിടക്കുക. ബ്രീത്ത് എടുത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ഉയർന്നു വരാനായിട്ട് നോക്കാം. പറ്റുന്ന എത്ര വേണം മാക്സിമം അത്രയും കൊണ്ടുവന്നിട്ട് ബ്രീത്ത് എടുത്ത് ഔട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവരിക. പിന്നെ ഇവിടെ തന്നെ നിന്നുകൊണ്ട് ഒരു 3 വട്ടം 4 വട്ടം ബ്രീത്ത് എടുത്ത് സാവധാനം ഔട്ട് ചെയ്യുക. അവിടെ തന്നെ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം നേരെ പതിയെ താഴേക്ക് വരും. ഈ സ്ട്രെച്ചുകളൊക്കെ ചെയ്യാൻ നേരത്ത് നമ്മൾ ധൃതിയിൽ ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ഇത് സമയം എടുത്ത് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. വീണ്ടും ഇതേപോലെ തന്നെ കിടക്കുക. ബ്രീത്ത് എടുത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ഉയർന്നു വരാനായിട്ട് നോക്കണം. എന്നിട്ട് ഇവിടെ ഹോൾഡ് ചെയ്ത് നോട്ടം നമ്മളൊരു 45 ആംഗിളിൽ, ഒരുപാട് മേളിലേക്ക് നോക്കണമെന്നില്ല, ഒരു 45 ആംഗിളിലേക്ക് നിൽക്കുക. സാവധാനം ബ്രീത്ത് എടുത്ത് ഔട്ട് ചെയ്ത് താഴേക്ക് വരിക. ഓക്കെ, ഇതേപോലെ നമ്മൾ ഇരിക്കാനായിട്ട് നോക്കും. ഈ കാല് 2 അടുത്ത് മുട്ടി ഇരിക്കാനായിട്ട് നോക്കണം. ഇങ്ങനെ നിന്നതിന് ശേഷം നമ്മുടെ ചൈൽഡ് പോസ് എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ സ്ട്രെച്ച് ചെയ്യുക. അതായത് ഇതേപോലെ കൈ നീട്ടിയിട്ട് ഇവിടെ ബ്രീത്ത് എടുത്ത് ഔട്ട് ചെയ്ത് ഒരു 3 പ്രാവശ്യം സാവധാനം ബ്രീത്ത് എടുത്ത് ഔട്ട് ചെയ്ത് അവിടെ ഹോൾഡ് ചെയ്യാനായിട്ട് നോക്കുക. ആ സമയം അത്രയും അവിടെ ഹോൾഡ് ചെയ്യാനായിട്ട് നോക്കുക. സാവധാനം ബ്രീത്ത് എടുക്കുക. ഈ കൈ മാക്സിമം ദൂരേക്ക് മാറ്റി കുത്താനായിട്ട് നോക്കണം. എന്നിട്ട് സാവധാനം ബ്രീത്ത് എടുത്ത് ഔട്ട് ചെയ്ത് അവിടെ തന്നെ ഹോൾഡ് ചെയ്യാനായിട്ട് നോക്കുക. ഈ സ്ട്രെച്ചിങ് നിങ്ങൾ ചെയ്തു നോക്കിയതിന് ശേഷം എന്താണ് നിങ്ങളുടെ അഭിപ്രായം, അതെല്ലാം കമൻറ്റുകളായിട്ട് അറിയിക്കണം. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.